മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജുവിനോടായിട്ട് കാര്യങ്ങളെല്ലാം തന്നെ പറയാനായിട്ട് കണ്ണൻ തീരുമാനിക്കുകയാണ്. കണ്ണനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും മഞ്ജുവിനോടായിട്ട് പറയുമ്പോൾ മഞ്ജു ആണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ആകെ വല്ലാത്തൊരവസ്ഥയിൽ തന്നെ ആകുകയാണ്. കണ്ണേട്ടൻ എന്താണ് ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജു ആകെ അസ്വസ്ഥതയാകുന്നുണ്ട്. അച്ഛൻ്റെ ഒരു അപകട മരണമല്ലെന്നും അതൊരു കൊട്ടേഷൻ ആണെന്നും എന്നുള്ള കാര്യവും മഞ്ജുവിനോട് പറയുന്നു. അത് സ്വന്തം പെങ്ങളെ വിവാഹം ചെയ്തു കൊടുത്തിട്ടുള്ള വാമദേവൻ തന്നെയാണ് അച്ഛനെ കൊല്ലാനായിട്ട് പ്രതാപിന് കൊട്ടേഷൻ കൊടുത്തതെന്നും കൂടെ മഞ്ജുവിനോട് പറയുമ്പോൾ മഞ്ജു ആണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ്. കാരണം താൻ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം തന്നെ കേട്ടുകൊണ്ട് മഞ്ജുവിൻ്റെ ആകെ സമനിലം തെറ്റുന്ന ഒരവസ്ഥയിൽ തന്നെ എത്തുകയാണ്. പിന്നീട് കണ്ണനോട് പറയുന്നുണ്ട്, ഇവരെ ഒന്നും വെറുതെ വിടരുത് കണ്ണേട്ട, ഇവരെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം. ഇവർക്കൊന്നും ഒരിക്കലും ഒരു സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുതെന്നെല്ലാം മഞ്ജു പറയുന്നത് കേട്ട് കണ്ണൻ പറയുന്നുണ്ട്, അങ്ങനെ തന്നെ ചെയ്യാനാണ് മോളെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നെല്ലാം പറയുകയാണ്. എനിക്ക് ആ പ്രതാപനെയും വാമദേവനെയും ഒന്ന് നേരിൽ തന്നെ കാണണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജു സ്റ്റേഷനിലോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നീ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോ മോളെ എന്ന് പറയുന്നു. പിന്നീട് മഞ്ജു പ്രതാപനെയും വാമദേവനെയും സ്റ്റേഷനിൽ ചെന്ന് കാണുമ്പോഴേക്കും ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്, നിൻ്റെ മകളാണ് ഇനി അനുഭവിക്കാൻ പോകുന്നതെന്നും എൻ്റെ അച്ഛനെ ചതിച്ചുണ്ടാക്കിയ ഈ പൈസയെല്ലാം എല്ലാ കാലവും നിലനിൽക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ വാമദേവനോടും പ്രതാപനോടുമായിട്ട് പൊട്ടിത്തെറിക്കുകയാണ് മഞ്ജു. ഇത് കേൾക്കുമ്പോഴേക്കും പ്രതാപനും വാമദേവനുമാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ്. ഇതിനെല്ലാം തൻ്റെ മകളോട് ഞാൻ എണ്ണി കണക്ക് ചോദിക്കുമെന്നെല്ലാം മഞ്ജു പറയുന്നത് കേട്ട് പ്രതാപനാണെങ്കിൽ ആകെ വിഷമിച്ച് പോവുകയാണ്. കാരണം ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കൈവിട്ട് പോയിരിക്കുന്നു എന്നുള്ള സത്യം അവർ രണ്ടുപേരും തന്നെ മനസ്സിലാക്കുകയാണ്. കണ്ണൻ പറഞ്ഞതനുസരിച്ച് ഉണ്ണിയും ദുർഗയും എല്ലാം കോടതി വിധി കേൾക്കാനായിട്ട് കോടതിയിൽ എത്തുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് തന്നെ പ്രതാപനെയും വാമദേവനെയും ജീപ്പിൽ കൊണ്ടുവരുന്നതെല്ലാം ഇവർ നേരിൽ കാണുന്നു. എല്ലാ സംവിധാനത്തോടു കൂടി തന്നെ കണ്ണനും അനന്തവും അവിടെ എത്തുന്നു. അതേസമയം അങ്ങോട്ടേക്ക് മുത്തശ്ശിയും വരുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ കണ്ണനും അനന്തവും വരുന്നത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. കാരണം തൻ്റെ മകൻ്റെ വിധി ഇനി എന്താവുമോ എന്നുള്ള ഒരു ഭയത്തിൽ തന്നെയാണ് മുത്തശ്ശി. അതേസമയം മുത്തശ്ശിയോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങളുടെ മകളുടെ ഭാവി ഇനി തീരുമാനിക്കുന്നത് എൻ്റെ അനിയനായ ഉണ്ണിയാണെന്നും അവൻ്റെ കൂടെ ഇനി അവൾ മുന്നോട്ടുണ്ടാകുമോ എന്നുള്ള കാര്യവും കണ്ടറിയണമെന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് മുത്തശ്ശിയാണെങ്കിൽ ആകെ വല്ലാത്ത വിഷമത്തിൽ തന്നെ നിൽക്കുന്നു. ഉണ്ണിയും എൻ്റെ രണ്ടാനമ്മയും ഇതുവരെയും കാര്യങ്ങളൊന്നും തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതെല്ലാം അറിയുന്നത് ഇവിടെ വെച്ച് തന്നെയായിരിക്കും. അപ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നുമുള്ള കാര്യത്തിൽ എന്താവുമെന്ന് എനിക്കറിയില്ല എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. ഇനി ഒരിക്കലും തൻ്റെ മകൻ നിങ്ങളുടെ കൂടെ തന്നെ തിരികെ വരുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട എന്നെല്ലാം കണ്ണൻ മുത്തശ്ശിയോടായിട്ട് പറയുന്നത് കേട്ട് മുത്തശ്ശി ആണെങ്കിൽ ആകെ പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. അതേസമയം പ്രതാപനെയും വാമദേവനെയും പോലീസ് ജീപ്പിൽ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. മുത്തശ്ശിയെയും കണ്ണനെയും അനന്തുവിനെയും എല്ലാം തന്നെ വാമദേവനും പ്രതാപനും അവിടെ വെച്ച് തന്നെ കാണുന്നു. അങ്ങനെ ജഡ്ജിയുടെ മുന്നിൽ പ്രതാപനെയും വാമദേവനെയും ഹാജരാക്കുന്നുണ്ട്. ജഡ്ജിയുടെ മുന്നിൽ നിൽക്കുന്ന പ്രതാപനും വാമദേവനും ആകെ തല കുനിച്ചുകൊണ്ട് തങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങളെക്കുറിച്ച് ആലോചിച്ച് തന്നെ നിൽക്കുന്നു. ഇനി തങ്ങളുടെ വിധി എന്താവുമെന്നുള്ള ആദിയും വ്യാധിയും എല്ലാം അവരുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. 20 വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ടുള്ള ഈ കേസ് ഇനി ഒരിക്കലും പൊങ്ങി വരില്ല എന്ന് തന്നെ പ്രതാപനും വാമദേവനും വിചാരിച്ചിരുന്നു. പക്ഷേ അവർ വിചാരിച്ചതിലും ദയനീയമായിട്ട് കാര്യങ്ങൾ വന്നു ചേരുകയും ചെയ്തു. തൻ്റെ അച്ഛനെ കൊന്ന പ്രതാപനെയും വാമദേവനും യാതൊരു വിധത്തിലും വെറുതെ വിടാനായിട്ട് കണ്ണൻ തീരുമാനിച്ചിട്ടില്ല. കണ്ണൻ അങ്ങനെ പൊരിഞ്ഞ നിയമയുദ്ധത്തിനൊടുവിൽ അവർക്ക് നല്ല ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.